ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ എത്ര കുപ്പികളുണ്ടെങ്കിലും നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് വെള്ളത്തിൽ വളരുന്ന ഏതൊരു സസ്യവും നമുക്കിതുപോലെ ഇഷ്ടം പോലെ തൈകളും ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് അലങ്കരിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. ഈ ചെടി നമ്മൾ മണ്ണിൽ നട്ടാൽ ഇതേപോലെ തഴച്ച് ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഞാനിതെല്ലാം കട്ട് ചെയ്ത് കുറേ എടുത്തതാണ്. അതിൽ നിന്നിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അതിൽ നിന്ന് മുറിച്ചെടുത്ത് എല്ലാം തന്നെ ഇതുപോലെ ഒരു കുപ്പിയെടുത്ത് അതിനെ രണ്ടായിട്ട് മുറിക്കുക. എന്നിട്ട് അതിങ്ങനെ മുഴുവൻ മുറിച്ച് മാറ്റരുത്. ഒരു സൈഡിൽ കുറച്ച് ഭാഗം വെച്ചിട്ട് ഇതുപോലെ, അപ്പോൾ നമുക്ക് ഒരു കമ്പിയോ കയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഇതായത് ഇപ്പോൾ ബക്കറ്റിൽ തൂക്കി ഇട്ടിരിക്കുന്നത് പോലെ നമുക്ക് ഈ കുപ്പി തൂക്കിയിടാവുന്നതാണ്. കണ്ട, എന്നിട്ട് ഇതേപോലെ ചെടികൾ കട്ട് ചെയ്ത്, ഇപ്പോൾ നമുക്ക് പുതിനയോ അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റുള്ള ചെടികളെല്ലാം തന്നെ നമുക്കിതുപോലെ വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് സൗകര്യാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുകയും ചെയ്യാം. അതുപോലെ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഒരാഴ്ചയോ 2 ആഴ്ച കഴിഞ്ഞാലും വെള്ളമൊന്നും വറ്റിപ്പോകത്തില്ല. ഇത് സാധാരണ നമ്മൾ കുപ്പിക്കകത്ത് ഇടുന്നത് പോലെ വെച്ചാൽ മതി. അപ്പം നമുക്ക് തൂക്കിയിടാനൊന്നും പറ്റത്തില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടാൽ എത്ര കുപ്പികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമുക്കിതേപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ സജ്ജീകരിക്കാവുന്നതാണ്. ഇപ്പോൾ അതാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പികളൊക്കെ ഇപ്പോൾ തീർന്നു. ഇത് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചപ്പോഴത്തേക്കും ഇപ്പം നല്ല ഭംഗിയില്ലേ. എല്ലാം തന്നെ ഇതേപോലെ വെച്ചപ്പോഴത്തേക്കും ധാരാളം വേരുകളും വരും. ഇപ്പം നമുക്കിതുപോലെ എല്ലാവർക്കുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെടികൾ കൊടുക്കുകയും ചെയ്യാം. പിന്നെ വെള്ളം ഒഴിക്കണ്ട. ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഒരാഴ്ച 2 ആഴ്ച വരെ അതിൽ നിൽക്കുന്നതാണ്. എത്ര കുപ്പി വേണമെങ്കിലും നമുക്കിതേപോലെ ആക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബോട്ടിലുകൾ കളയാതെ വെച്ചിരുന്നാൽ ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ സ്ഥലത്ത് നമുക്ക് കൊണ്ടുവന്ന് വെച്ച് നമുക്ക് ഏതെല്ലാം തരത്തിൽ വെക്കാമോ അങ്ങനെയൊക്കെ നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചെടികൾ എടുത്തിട്ട് വേറെ നടുകയും ചെയ്യാം.